പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വാക്യമാണ് വായിച്ചത്. നമ്മുടെ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറയുക. അപ്പൊ എന്താണ് ഈ വലിയ കാഴ്ച? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. മോശ ആടുകളെ വിരിച്ച് ഹോരേബ് പർവ്വതത്തിൽ ചെന്നപ്പം സാധാരണ പർവ്വതമായിരുന്ന നിരവധി ഇടയന്മാർ വന്ന് ആടുകളെ മേയിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു നിർജ്ജന സ്ഥലമായിരുന്ന ആ ഹോരേബ്. ഹല്ലേലൂയ. ആ ഹോരേബിൽ മോശ എത്തിയപ്പോൾ അതിനു മുമ്പ് വന്ന് കടന്നുപോയ ഒരു ഇടയന്മാർക്കും പ്രത്യക്ഷമാകാത്ത ഒരു മുൾപ്പടർപ്പ്. ഹല്ലേലൂയ. മോശയ്ക്ക് പ്രത്യക്ഷമാകുക. മോശ കണ്ട മുൾപ്പടർപ്പ് കത്തുന്നതും ആ മുൾപ്പടർപ്പ് കത്തിപ്പോകാതിരിക്കുന്നതുമായ ആ വലിയ കാഴ്ച. അതാണ് മോശ ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ. ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. താൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ തീയെ, വലിയൊരു അഗ്നിക്കോളം മുൾപ്പടർപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച, അത് കാണുവാനുള്ള ഭക്തന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. മോശ ആ കാഴ്ച കാണുവാൻ അടുത്ത് ചെല്ലാനുള്ള ഹൃദയത്തിന്റെ ആഗ്രഹം. വേദപുസ്തകം പഠിക്കുക കാണുന്ന അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ളതാണ് സംഗീതം വായിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരാ. നിങ്ങൾ ഒരുപാട് കാഴ്ച കാണാൻ ആഗ്രഹിക്കും. നിങ്ങൾ ലോകപ്രകാരമുള്ള എല്ലാം കാണാൻ നിങ്ങൾ വളരെ തിടുക്കം കൂട്ടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില ആളുകളോട് ചോദിക്കാറുണ്ട്, നീ വേദപുസ്തകം വായിച്ചോ? എപ്പോ സമയം കിട്ടാനാ? ലേലിയ പള്ളിയിൽ പോയോ? അതിന് സമയം കിട്ടണ്ടേ? സന്ധ്യയ്ക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെല്ലാവരും വന്ന് സമയം താമസിച്ച പിന്നെ കുളിച്ചു, ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ജനം അങ്ങനെ സഭയ്ക്കകത്ത് ഒന്ന് ഇരിക്കാൻ, പള്ളിയിലൊന്ന് പോകുവാൻ, ബൈബിളൊന്ന് തുറക്കുവാൻ, ഒന്ന് വായിക്കുവാൻ, അങ്ങനെയുള്ള വലിയ കാഴ്ചകൾ കാണുവാൻ ഇന്നത്തെ സമൂഹം പഠിക്കുമ്പോഴാണ് മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വലിയ കാഴ്ച എന്തെന്ന് കാണുവാൻ അദ്ദേഹം ഒരുങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ആരാധന ജീവിതത്തിനാണ്. വീണ്ടെടുക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ ദൈവം മാറ്റി ദൈവം നമ്മെ അത്ഭുതമായ വഴിയിലേക്ക് നടത്തും. മോശ കാഴ്ച കാണാൻ ശ്രമിച്ചത് കൊണ്ട് മോശ ദൈവം അനുഗ്രഹിച്ചു. ദാവീദ് പറഞ്ഞ ആവർത്തനത്തിൽ അവങ്കിലേക്ക് നോക്കുക പ്രകാശനായി. അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവികമായ ആത്മീയ അനുഗ്രഹങ്ങളെ കാണാൻ കഴിയുള്ളൂ. നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഈ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നിങ്ങളും ഈ ദൈവിക സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് ചേർന്നിരുന്ന വേദപുസ്തകത്തിനകത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ആ വലിയ കാഴ്ച, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മ, അതൊരു കാഴ്ചയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ, സ്വതം, അത് നിങ്ങൾക്കൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ടാകും. നീ ദൈവത്തിലേക്ക് കടന്നു വന്ന് ഈ വലിയ കാഴ്ച കാണുവാൻ നീ ഒരുങ്ങുമ്പോൾ ദൈവം നിന്നെ കൃപാവരങ്ങളാൽ നിറയ്ക്കും. മോശ ഈ കാഴ്ച കാണുവാൻ അല്ലെങ്കിൽ മോശ ആഗ്രഹിച്ചതുകൊണ്ടാണ് മോശയെ ദൈവം ഇസ്രായേലിന്റെ നായകനായി തെരഞ്ഞെടുക്കുകയും ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ വിടിവിച്ചു കൊണ്ടുവരുവാൻ മിസ്രൈം ദേശത്ത് 9 ബാധകളെ മോശ മുഖാന്തരം വെളിപ്പെടുത്തിയത്. അവസാനം കടിഞ്ഞൂൽ സംഹാരത്തോടുകൂടി ഇസ്രായേലിനെ വിടിവിച്ചതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വലിയ കാഴ്ച കാണാൻ മോശ ശ്രമിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അത് തന്നെ ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ആ മനുഷ്യരുടെ ദൈവം ചെയ്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, നിങ്ങൾ പറയാറില്ലേ, ആ വ്യക്തിക്ക് മാത്രമേ കുറവുള്ളൂ, അവർക്ക് മാത്രമേ പ്രാർത്ഥന, അവരെ മാത്രമേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഞങ്ങൾ എത്ര കാലമായി ദൈവത്തിന് നിൽക്കുന്ന, ഞങ്ങൾക്കൊരു പ്രയോജനമില്ല, ഞങ്ങളെ ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ നീ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ചിന്തിക്കണം.
അവർ യാമനലിയ അവരുടെ പിതാക്കന്മാർ അല്ലലിയ ഈ വലിയ കാഴ്ച എന്തെന്ന് കാണുവാൻ ശ്രമിച്ചവരാ. നീയും നിന്റെ കുടുംബവും വേദപുസ്തകത്തിൽ പറയുന്ന ഈ കാഴ്ച എന്തെന്ന് കാണുവാൻ മോശെ ആഗ്രഹിച്ചതുപോലെ നീ ആഗ്രഹിച്ച് വിശുദ്ധ വേദപുസ്തകം തുറന്ന് അതിൽ നിനക്ക് ആവശ്യമായുള്ള എല്ലാ കാഴ്ചകളുണ്ട്. നീ വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തൊട്ടുള്ള കാര്യങ്ങൾ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തൊട്ട് നീ ഭൂമി ചലിച്ച് ഇന്ന് നീ ആയിരിക്കുന്ന പ്രായം, ഇനി നിന്റെ മുമ്പോട്ടുള്ള ഈ വർത്തമാന കാലഘട്ടത്തിനും വരാൻ പോകുന്ന ഭാവി കാലത്തിൽ സംഭവിക്കാൻ പോകുന്നത് വരെ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയാവുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ, യേശു കർത്താവ് മാത്രം. അല്ലേ? നമ്മൾ ഈ വഴിയോരത്ത് ഈ പൂരസ്ഥലങ്ങളിലും പെരുന്നാൾ സ്ഥലത്തും ഉത്സവപ്പറമ്പിലും ഒക്കെ അങ്ങനെ ജനം കൂടുന്നത് ചെല്ലുമ്പോൾ, ഇനി ചില ടൗണിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർ കൈനോട്ടക്കാരി ഇവിടെ തത്തയും കണ്ടി കൈനോട്ടായി വിവിധ മേഖലയിൽ പിന്നെ നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നു വരുന്നു. അല്ലെങ്കിൽ അവരോട് നമ്മുടെ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അറിയിക്കുന്നവർ പറയില്ലേ? നമ്മുടെ ഇന്ന് തത്തയൊക്കെ ഇറക്കി ചീട്ടൊക്കെ എടുത്ത് നമ്മുടെ ഭാവി കാലം പറയാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടല്ലോ. അല്ലേ? കമ്പ്യൂട്ടർ ശാസ്ത്രം, ജാതകം എഴുതുന്നവരെന്ന് വേണ്ട എന്തെല്ലാം നമ്മുടെ ജ്യോത്സ്യന്മാര്, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഭൂതവർത്തമാന ഭാവികാലം പറയാൻ. അങ്ങനെ പറയുന്നതോടെ ഭൂതകാല വർത്തമാനകാലം ഭൂതകാല വർത്തമാന ഭാവികാലം അവർക്ക് എന്തുകൊണ്ട് അറിയാതായിപ്പോയി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൈനോക്കാനിരിക്കുന്നവരുടെ ഭൂതകാലം വർത്തമാന ഭാവികാലം അവരൊക്കെ അറിയാമായിരുന്നെങ്കിൽ അവർ നോക്കാൻ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് അവരെ തന്നെ അറിയത്തില്ല. പിന്നെ നമ്മൾ മനുഷ്യനെ മുമ്പിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവി പിത, നിന്റെ ഭൂതകാലം എന്തായിരുന്നു, നിന്റെ വർത്തമാനകാലം എന്തായിരുന്നു, നിന്റെ ഭാവികാലം എന്തെന്ന് അറിയുന്നവർ യേശു കർത്താവാണ്. അത് ഫുള്ളായിട്ട് രേഖപ്പെടുത്തി ഈ സത്യവേദപുസ്തകത്തിലാണ്. അത് എന്തെന്ന് ഈ വലിയ കാഴ്ച എന്തെന്ന് അല്ലെങ്കിൽ ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് നീ ഈ പുസ്തകം തുറന്ന് വായിക്കാൻ നോക്കി ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും കണ്ണുനീരുകളും ഒക്കെ മാറ്റി നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളും പോരുകളും ഒക്കെ മാറ്റി നിന്റെ കുടുംബം സ്വതന്ത്രമായി മാറും. പ്രൈസ്. അപ്പൊ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ അഗ്നി ആളിക്കത്തി, ആ അഗ്നിയിലൊരു അലിയ കണ്ട ശക്തി ഉണ്ടായി. ആ അഗ്നിക്ക് എന്താ കാന്ത ശക്തി ഉണ്ടായിരുന്നെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. മുൾപ്പടർപ്പിൽ കണ്ടിരുന്ന ആ കത്തി, അല്ലെങ്കിൽ മുൾപ്പറമ്പിൽ കത്തിരുന്ന ആളിക്കത്തിയ ആ തീയ്, ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ്. അപ്പൊ മുൾപ്പറമ്പിൽ കത്തിയ അല്ലെങ്കിൽ ആളിക്കത്തിയ അല്ലെങ്കിൽ നമുക്കറിയാം ആളിക്കത്തു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തീയ സ്തോത്രം. അങ്ങനെ മുൾപ്പറപ്പിൽ ആളിക്കത്തിയ വലിയ തീയ്, ആ തീയിൽ ഒരു കാന്തശക്തി ഉണ്ടായിരുന്നതിനാൽ അത് മോശയെ അതിന്റെ അരികിലേക്ക് ആകർഷിച്ചു. കാന്തം എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിന്റെ ഇരുമ്പ് കഷ്ണങ്ങളും അമ്മവിട്ട് സൂചികളും സെറ്റിപ്പിന്നുകളൊക്കെ ഇട്ടിട്ട് കാണിക്കുകയെങ്കിൽ കാന്തത്തിലേക്ക് ഇത് വന്നോടി പിടിക്കുന്നത് പോലെ തന്നെ ആ മുൾപ്പടർപ്പിൽ വലിയൊരു കാന്തശക്തി ഉണ്ടായിരുന്നു. അത് മോശയെ അങ്ങോട്ട് ആകർഷിച്ചു. ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞ അതുകൊണ്ടാണ്. കാന്തശക്തിയേക്കാൾ വലിയ ശക്തിയാണ് സത്യവേദ പുസ്തകത്തിന് കേട്ടോ. അല്ലേ? കാന്തശക്തിയേക്കാൾ വലിയ ശക്തിയാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്. കാന്തശക്തിയേക്കാൾ വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ആത്മശക്തി കേട്ടോ. ആത്മശക്തിയേക്കാൾ വലിയ ശക്തി മറ്റൊന്നിനുമില്ല. അല്ലേ? അപ്പൊ മോശത് കാണാൻ അല്ലേ? അപ്പൊ ഈ കാന്തശക്തി പോലെ തന്നെ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറച്ചു കഴിയുമ്പോൾ ആ ആത്മാവിന്റെ ശക്തിയാൽ നീ ദൈവവചനം തുറന്ന് വായിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കണ്ണതിലൂടെ നീ ദൈവത്തിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ ജരുക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവം വിശ്വസ്തര. ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ പറയട്ടെ, ലോകമെമ്പാടും ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്റെ പോത്തി പുരോഹിതന്മാരെ കൊന്നൊടുക്കുന്ന, കന്യാസ്ത്രീകളെ നീചമായി കൊല്ലുന്നവരെ പീഡിപ്പിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ നന്മകൾ മുഴുവൻ ഒരു കൂട്ടങ്ങനെ അപഹരിച്ചെടുത്തുകൊണ്ടിരിക്കുക. എന്റെ പോത്തി പാസ്റ്റർമാരെ കൊന്ന്, വിശ്വാസികളെ കൊന്ന്, അവരെ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ, ഗ്രാമങ്ങൾ തീയിട്ട് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ, ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മയിൽ ഒരു കൂട്ടം തീവ്രവാദ ഭീകരവാദ വർഗീയവാദികൾ ലോകമെമ്പാടും എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ,
നിങ്ങൾ ഇനിയെങ്കിലും വേദപുസ്തകത്തെ പറഞ്ഞിരിക്കുന്ന ഈ കാഴ്ച എന്തെന്ന് കാണുവാൻ നീ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിക്ക് മുട്ടുമേൽ നിൽക്കാൻ, മുഴങ്കാല് മടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആമേ ക്രൈസ്തവ സഭ ഒന്നിച്ചു ചേരണം. ക്രൈസ്തവ സഭയ്ക്കകത്ത് നിന്ന് വർഗീയതയാണ്. ക്രൈസ്തവ സഭയ്ക്കകത്ത് വർഗീയതയാണ്. ക്രൈസ്തവ സഭ ഈ അമേലി കത്തോലിക്ക സഭ അതിനകത്ത് വർഗീയതയുണ്ട്. അതുപോലെ ഓർത്തഡോക്സ് യാക്കോബൊക്കെ വർഗീയതയുണ്ട്, മർത്തോമ വർഗീയതയുണ്ട്, CSI അതുപോലുള്ള അതിനകത്തും വർഗീയതയുണ്ട്, പെന്തക്കോസ്തിനകത്ത് വർഗീയതയുണ്ട്. നമ്മൾ ഈ വർഗീയതയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ വർഗീയ മനോഭാവം കാണിക്കാതെ, അല്ലേലിയ വലിപ്പച്ചെറുപ്പം കാണിക്കാതെ, ഇടർച്ച കാണിക്കാതെ, വലിയവിൽ നിന്ന് ചാമി ചെറിയെന്നുള്ള ഞാൻ വലിയവനാണ്, ഞാൻ വലിയ ജാതിക്കാരനാണ്, ഞാൻ വലിയ പാരമ്പര്യമാണ്, ഞാൻ പെന്തക്കോസ്തിന്റെ ആദികമല പരമ്പരയിലുള്ളതാണ്, ഞങ്ങൾക്ക് പാരമ്പര്യം, ഇതൊക്കെ നീ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കർത്താവിനെ പോലാണ് കർത്താവിനെ പോലെ അവൻ ദൈവത്തോടുള്ള സമത്വം മൃഗം പിടിച്ചോളം വിചാരിക്കാതെ, കാരണം കർത്താവിന്റെ സകല പരമാധികാരവും മാറ്റിവെച്ചിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നതിങ്ങനെ മനുഷ്യരൂപത്തിലാണ്. താഴ്ച ദാസനെ പോലെ വന്നവൻ. എന്നെ കേൾക്കുന്ന ഈ സ്നേഹിത, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അപ്പൊ മോശ കണ്ടതുപോലെയുള്ള ഈ കാഴ്ച കാണണമെങ്കിൽ നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം, യേശുവിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറയുന്നതാകട്ടോ. അപ്പൊ ഈ വീണ്ടും കർത്താവിന്റെ അഭിഷേകം നിങ്ങളിൽ തീ പിടിച്ച് കത്തുന്നത് പോലെ ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ നിറവ് നിന്നിൽ വന്നു കഴിയുമ്പോൾ നീ തീ പിടിച്ച് കത്തുന്നത് പോലെ ഹല്ലേലൂയ തീർച്ചയായും നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. തീ പിടിച്ച് കത്തുന്നത് പോലെ നമ്മൾ ഈ ആത്മാവിന്റെ അഭിഷേകത്തെ കത്തിക്കൊണ്ടിരിക്കണം. ആത്മാവിന്റെ അഭിഷേകം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ ആ വീട്ടിൽ ചെന്ന് നന്നായിട്ട് ആ വീട്ടുകാർ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ചിടുമ്പോൾ അല്ലേ ഞാൻ അവരുടെ കുഞ്ഞുമോളോട് പറഞ്ഞു, മോളെ നിനക്ക് പ്രത്യേക ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. നിന്റെ ആദരങ്ങളിന്മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ ചുണ്ടിന്മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ ശിരസിന്മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ ആത്മാവിന്റെ അഭിഷേകമുണ്ട്. മുൾപ്പറപ്പ് കത്തിയതുപോലെ നീ ആളി കത്തുന്നെങ്കിൽ ഈ കാഴ്ച എന്തെന്ന് നിന്നിലുള്ള ദൈവശക്തി എന്ന് കാണുമ്പോൾ നിന്റെ അരികിലേക്ക് അനുഭവത്തി ആളുകൾ ഓടി അടുക്കുന്ന ദിനങ്ങളുള്ളത് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കേട്ടോ. ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അവളെ കൊണ്ട് ആളി പടരാൻ തുടങ്ങി. വീട്ടിനകത്ത് പ്രാർത്ഥന അവളെ കൊണ്ട് ശക്തമായിട്ട് ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കുഞ്ഞ് ഹൃദയത്തിനകത്തുള്ള ആ ആത്മാവിന്റെ തീയുടെ ശക്തി. അത് ചില കുട്ടികളൊക്കെ ദൈവസഭയ്ക്കകത്ത് നാളി കത്തുന്ന കാണത്തില്ലേ, അവരുടെ ഉള്ളിൽ ശക്തമായ തീ കിടക്കുക. ആത്മാവിന്റെ തീ സഭയ്ക്കകത്തുള്ളവൻ, ആത്മാവിന്റെ തീയായി നിറയപ്പെട്ടവൻ സഭയിൽ വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ തീ ആളി കത്തതുപോലെ അവൻ കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിൽ പറയേണ്ട പരിശുദ്ധന്മാവാകുന്ന അഭിഷേകം, പരിശുദ്ധന്മാവാകുന്ന ആത്മശക്തി നിന്റെ ഉള്ളിലുണ്ടോ? ആത്മശക്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധന്മാവാകുന്ന തീ നിന്നിൽ ആളി കത്തുന്നെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേര് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരായിരുന്ന യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ അടക്കമുള്ള സഹോദരിമാർ 120 പേര് ആ മാളിക മുറിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആത്മശക്തി തീ അങ്ങോട്ട് ഇറങ്ങിയവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ മുൾപ്പറപ്പ് ആളി കത്തിയതുപോലെ 120 മുൾപ്പറപ്പുകൾക്കകത്ത് തീ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ആത്മാവിൽ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. ആ തീ അങ്ങോട്ട് ആളിപ്പം പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ പ്രസംഗം. ഹല്ലേലൂയ. അവിടെ അടുത്ത പള്ളിയിൽ ഉത്സവത്തിന് വന്ന 3000 പേര് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പം പത്രോസ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. 3000 എണ്ണം തീയാൽ അങ്ങോട്ട് നിറഞ്ഞു. 120 എണ്ണം തീയായി കഴിയുമ്പോൾ അത്ര 3000 എണ്ണത്തിനുള്ളിലേക്ക് തീയാന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2:41 വായിച്ചാൽ കാണാൻ കഴിയുമല്ലോ. പിന്നെ സ്തോത്രം. അപ്പോസ്തലൻ 4:1 തൊട്ട് താഴോട്ട് വായിച്ചു. പിന്നെ അത് 5000 പുരുഷന്മാരുടെ 5000 ആയിരുന്ന ഈ തീ കത്തണം. സഭയ്ക്കകത്ത് ആത്മാവിൽ തീ കത്തണം. അല്ലേ? ഇന്നത്തെ സഭയ്ക്കകത്ത് എന്തുവാ? ഇന്നത്തെ സഭയ്ക്കകത്ത് മതാധിപത്യം, ജനാധിപത്യം, രാഷ്ട്രീയാധിപത്യം, ഏകാധിപത്യം, അതാണ് സഭയ്ക്കകത്ത്. സഭയെന്ന് പറയുന്നത് എന്താണ്? മതാധിപത്യം, ഏകാധിപത്യം, ജനാധിപത്യം, രാഷ്ട്രീയാധിപത്യം. ഇതാണ് ഇന്നത്തെ സഭ. സഭയ്ക്കകത്തെ ദൈവാധിപത്യം നഷ്ടപ്പെട്ടു പോയി.
സഭയ്ക്കകത്തെ ദൈവാധിപത്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് രാഷ്ട്രീയാധിപത്യം കയറി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ ദൈവസഭയ്ക്ക് ദൈവമായി. പിന്നെ ഏകാധിപത്യം ഞാനെന്നുള്ളത്, എന്റേതെന്നുള്ളത്, ഞങ്ങളുടെ കുടുംബക്കാരാണെന്നുള്ളത് അല്ലേ ഏരിയ. ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഉണ്ടാക്കിയതാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഒരു ആധിപത്യം തന്നെ. അങ്ങനെയുള്ള ആധിപത്യങ്ങളൊക്കെ എന്താ ജനാധിപത്യം, മതാധിപത്യം, രാഷ്ട്രീയാധിപത്യം, ഏകാധിപത്യം, ഈ ആധിപത്യങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവസഭ ദൈവാധിപത്യത്തിലേക്ക് വരണം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് തീയില്ല. എല്ലാം കരിത്തിരി പുകയുന്നത് പോരാ. ഈ കരിത്തിരി എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഞാൻ പറയാം, പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറു പ്രായത്തിൽ ഇത്രയും കരണ്ടും സൗകര്യങ്ങളും വെളിച്ചമൊന്നും ഞങ്ങളുടെ വീട്ടിലെ വർഷങ്ങളോളം ഞങ്ങള് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചാണ് ജീവിച്ചത്. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമ്പോൾ ഈ മണ്ണെണ്ണ വിളക്കകത്ത് മണ്ണെണ്ണ കുറയുമ്പോഴത്തേനും തീയുടെ ശക്തി കൊണ്ട് കുറഞ്ഞ് തീ ആളിക്കത്തരൊക്കെ കൊണ്ട് കുറഞ്ഞിട്ട് അത് ചെറുകെ പുകയാൻ തുടങ്ങും. കരിത്തിരി പുകയുന്ന പോലെ. പിന്നെ ചില മണമൊക്കെ ഒരു തുണി കരിയുന്നതിന്റെ തിരി കരിയുന്നതിന്റെ എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലഘട്ട സഭയ്ക്കകത്ത് വിശ്വാസികൾ കരിത്തിരി പോലെ ഇന്ന് സഭയിൽ വന്നാൽ പരിശുദ്ധന്മാവ് ആളി കത്തുന്നതിന് വരും. ആമേ മുൾപ്പുറപ്പ് തീ കൊണ്ട് ആളി കത്തുന്നത് പോലെ കത്തന്റെ ദൈവമക്കള് സഭയെ കൂർക്കം വലിച്ചിരുന്നുറങ്ങുക. അന്റെ ഏരിയ ചിലരൊക്കെ വന്ന പുറക് സീറ്റേ പിടിക്കുള്ളൂ. പുറകിൽ പോയിരുന്നു മാറിയിരുന്നുറങ്ങി. ഇന്നത്തെ സഭയ്ക്കകത്ത് ചിലത് പുറകേക്ക് ചാരി ബെഞ്ചൊക്കെ പോണതിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ പിന്നെ പുതിയ കസേരകളൊക്കെ ചിലത് കസേര അവരോട്ട് വന്ന് ഒറ്റ ഉറക്കോ വീട്ടിൽ വന്നിട്ട് ഒറ്റ ഉറക്കം. ആഴ്ചയിൽ 7 ദിവസം നീ വീട്ടിൽ കിടന്ന് ഉറങ്ങിയതാണ് അല്ലേതിയ. കുംഭകർണനെ പോലെ നീ ഉറങ്ങിയിട്ട് ഞായറാഴ്ച സഭയിൽ വന്നിട്ട് 3 മണിക്കൂർ നീ സഭയിൽ വന്നിട്ട് ചാരി ഇരുന്നുറങ്ങുക. നിന്റെ ഉള്ളിലെ തീ എവിടെ പോയി? നിന്റെ ഉള്ളിൽ തീ അല്ലെ കരിന്തിരിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നീ ഉറങ്ങുന്നത്. കരിന്തിരി പുകയെന്ന് പോലിരുന്ന് ആ പുകയും കൂർക്കം വലിക്കുക. മറ്റുള്ള ആരാധനയ്ക്കെടുത്തുന്നത്, മറ്റുള്ള ആത്മീയാന്തരീക്ഷത്തെ കെടുത്തി, സഭയുടെ ആത്മീയാന്തരീക്ഷത്തെ കെടുത്തി കളയുന്ന സഭയുടെ പുറകിൽ നിന്ന് കൂർക്കം വലിക്കുന്ന ഈ പന്നി ആമയാരെ മുറുമ്പുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾ സഭയെ കണ്ടിട്ടില്ലേ? ഈ മാനസാന്തരപ്പെട്ട സഹോദര സഹോദരി, നീ സഭയിൽ വന്ന് ഉറങ്ങരുത്. സഭയിൽ വന്ന് ഉറങ്ങാനാണ് നീ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അല്ലേതിയ. നീ എന്തിനാ സഭയ്ക്കകത്ത് സഭയുടെ ആരാധന കെടുത്തികൾ? സഭ മുൾപ്പുറപ്പ് കത്തിയതുപോലെ ആളി കത്തണ്ടിയതാ. സഭ മുൾപ്പുറപ്പ് കത്തിയതുപോലെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് സഭയ്ക്കകത്ത് തീ ആളിക്കത്തണം. എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവമക്കൾ പണ്ട് ഓരോ മുൾപ്പുറപ്പായിരുന്നു. ആ മുൾപ്പുറപ്പിനകത്തേക്ക് ദൈവം ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവര് ആത്മാവിൽ ആരാധിച്ച് ദൈവസഭ ആത്മാവിൽ നിറയുമ്പോൾ തീ ആളിക്കത്തുപോലെ ആളിക്കത്തുന്നതിന് പകരം നീ അവിടെ തുടങ്ങരുത്. അതോ അങ്ങനെ ആളിക്കത്തുന്നവരുടെ നീ തുടങ്ങിയാൽ അങ്ങനെ കത്തുന്ന കുഞ്ഞുങ്ങൾക്ക് സഹോദരങ്ങൾക്ക് അത് ഇടർച്ചയാണ്. നീ ഒരു ഇടർച്ചയാണ്. പ്രൈസലോ അല്ലേ ഒക്കെ പറയുമ്പോൾ നീ നിന്നെ മാനസാന്തരപ്പെടാൻ വേണ്ടി പറയുന്നത്. നീ ഇത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. എനിക്ക് ദൈവവചനം പറയുന്നതിനകത്ത് വിട്ടുവീഴ്ചയൊന്നുമില്ല. ആരുടെയും പേഴ്സിന്റെ കനവൊന്നും ഞാൻ നോക്കാറില്ല. മനുഷ്യന്റെ വാക്തത്വങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം മനുഷ്യൻ വാക്തത്വം പറയുന്നത് വെറും വെള്ളത്തിൽ ആണിയടിച്ചു വരാം എന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് ആളുകൾ അത് ചെയ്യാൻ പാസ് ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസലോ ഒരിക്കൽ എന്നെ ഒരു അമേരിക്കൻ ഒരു സഹോദരൻ വിളിച്ചു കേട്ടോ. അഞ്ചലിയ ഈ ചങ്ങനാശ്ശേരി അടുത്ത് കബളിമാക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. കബളിമാക്കൽ അല്ലേരിയ. അവിടെ ഒരു സഹോദരൻ അമേരിക്കയിൽ പോയി ഭയങ്കര പണക്കാരനായി കോടീശ്വരനായി. എൻ്റെ ഏരിയ കോടീശ്വരനായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരിക്കലും എന്റെ ഈ ഫേസ്ബുക്കിൽ കണ്ടുപിടിച്ച് സ്ഥലം ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ നാടും വീടും ഒക്കെ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഗുരുവായൂർ പാസ്റ്റർക്ക് ഒരു വീടും സ്ഥലവും വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷിക്കട്ടെ. ദൈവം നമുക്ക് വീടും സ്ഥലമൊന്നുമില്ല, വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കിടക്കുന്നതല്ലേ, ഒരു വീടും സ്ഥലം കിട്ടുമല്ലോ. ഞാൻ സഭയിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. സഹോദരൻ പറഞ്ഞു പോയി നോക്കൂ പാസ്റ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു പോയി നോക്കി നമ്മൾ മേടിക്കാം. അപ്പൊ പോയി നോക്കി നമുക്ക് കറക്റ്റായിട്ട് മേടിക്കാന്ന് പറഞ്ഞു. അല്ലേരിയ അങ്ങനെ പോയി അമ്മ ഒരു ബ്രോക്കറെ കണ്ടു. ബ്രോക്കറോട് പറഞ്ഞു, ബ്രോക്കർ കൊണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ വായിച്ച് കാണിച്ചു. അപ്പൊ ഇത് സഹോദരനോട് പറഞ്ഞു ഇന്നതൊക്കെ ആകും ഇത്ര വില. ഇന്നും അത്രയൊക്കെ ആവും. അത്രയൊക്കെയാണ് നമുക്ക് പറ്റത്തില്ല കേട്ടോ. അത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരും ഞാൻ നിൽക്കുന്ന ഗുരുവായൂരാണ്. ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ് സ്ഥലത്തിന്. നമ്മൾ ഈ 50 രൂപ 100 രൂപ കൊണ്ട് കൊടുത്താൽ ഗുരുവായൂർ സ്ഥലമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആത്മാവിൽ വീണ്ടെടുക്കപ്പെടാത്ത ചില ദൈവമക്കള് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് പണപ്പെരുപ്പം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഗുരുവായൂരൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല 1000 2000 കൂടെ സ്ഥലം കിട്ടും. നാട്ടുപുറത്ത് കിട്ടുന്നില്ലേ, വല്ല കാട്ടിലേക്ക് കിട്ടും. ഇവിടെ ഒന്നും കിട്ടത്തില്ല സ്വാഭാവികം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ സൗകര്യം പിന്നെ വിളിച്ചിട്ടില്ല. മനുഷ്യന്റെ വാക്തത്വങ്ങളൊക്കെ വെള്ളത്തിൽ ആണിയടിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കി.
എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കുന്നവരാണ്. 1 ദശമിക ലേഖനം 5-24 വാക്യം വൈകും, നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തന് അവനെ നിവർത്തിക്കുമെന്ന ദൈവം പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കും. അതുകൊണ്ട് മോശ മുൾപ്പറപ്പിൽ കണ്ടെത്തി അത് ആ മുൾപ്പറപ്പ് കത്തുന്നത് അത് വെന്തു പോകാതിരിക്കുന്നതുമായി ഈ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞതുപോലെ നീ ദൈവസഭയ്ക്കകത്തൊരു തീ മുൾപ്പറപ്പ് ആളി കത്തിയതുപോലെ നീ നാളെ കത്തണം. പ്രൈസോ, അതിനുവേണ്ടിയിട്ടാ ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ തീയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ജനങ്ങൾ നിങ്ങളുടെ വശത്തേക്ക് ആകർഷിക്കപ്പെടുവാൻ നിങ്ങൾ ആത്മാവിന്റെ തീയായി മാറണം. കർത്താവിലേക്ക് ഹല്ലേലൂയ നിങ്ങൾ ചേർന്നിരിക്കുന്ന നിങ്ങൾ മുഖാന്തരം കർത്താവിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കണം. നിങ്ങൾ മുഖാന്തരം കർത്താവ് നിങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ കുടുംബത്തിനൊരു അത്ഭുതം സംഭവിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്ന വളരെ ജാതി മത വർണ്ണ വ്യത്യാസമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊരു മതത്തിന്റെ പ്രഭാഷകനോ ഒരു മതത്തിന്റെ ശുശ്രൂഷകനൊന്നും അല്ല. ദൈവം തെരഞ്ഞെടുത്ത പെന്തക്കോസ്ത് നാളിൽ ദൈവത്താൽ സ്ഥാപിതമായ സഭ, ആ സഭയുടെ ശുശ്രൂഷകരാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു മതമില്ല. പിന്നെ എല്ലാവരും പറയും ഞങ്ങൾ പെന്തക്കോസ്തുകാർ. പെന്തക്കോസ് എന്ന് പറയുന്ന മതമല്ല, അതൊരു അനുഭവമാണ് കേട്ടോ. അതിന് ജനം പറയാൻ പെന്തക്കോസ് മതമല്ല, ഒരു അനുഭവം. ഹല്ലേലൂയ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം, പെന്തക്കോസ്തിന് അനുഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ഒന്നിച്ചു കൂടി ഇന്ന് ആരാധിക്കാൻ ഞങ്ങൾ സഭാഗോൾ പണിയുന്നു. അങ്ങനെ സഭാഗോളിനകത്ത് കയറിയിരുന്ന മുൾപ്പറപ്പുകളായിരിക്കും ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ പരിശുദ്ധന്മാവിന്റെ അഗ്നി മുൾപ്പറപ്പാകുന്ന ഞങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ തീയാണെന്ന് ദൂരെ നാടിക്കത്തും. പ്രൈസോ, മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ കേട്ടോ, അതൊരു സന്തോഷമാണ്, അതൊരു ആനന്ദം. ഒരുപാട് ദുഃഖങ്ങളുമായി, സങ്കടങ്ങളുമായി, ഭവനത്തിലെ ഭാരങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള പ്രശ്നം, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ജോലിയിലായ്മ, ജോലിയിലെ കഷ്ടപ്പാടുകൾ, ശാരീരികമായ ബലഹീന രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ അങ്ങോട്ട് കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നേ. പ്രൈസറോ, യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു ദൈവിക അനുഗ്രഹം നടക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ ആളിക്കത്തണം കേട്ടോ. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് വളരെയധികം ശക്തിയോടെ വൈദ്യുതി പ്രസരിക്കത്തക്ക വലിയ കമ്പികളുണ്ട് എന്ന് നിങ്ങൾ കരുതുക. നമ്മുടെയൊക്കെ ദേശത്തൂടെ വൈദ്യുതി കമ്പികൾ പോകുന്നുണ്ടല്ലോ, ആ ദേശം മുഴുവൻ കരണ്ട് തരാൻ വേണ്ടി ആ വൈദ്യുതി കമ്പികൾ ആമയുണ്ട് എന്ന് നിങ്ങൾ കരുതുക. അതിന്റെ അരികിലേക്ക് പോകുമ്പോൾ അതിനൊരു ആകർഷണ ശക്തി ഉള്ളതുപോലെ അറിയാൻ കഴിയും. അതിന്റെ അരിയിലേക്ക് പോകുമ്പോൾ അതിനൊരു ആകർഷണ ശക്തി ഉള്ളതുപോലെ കാണാൻ കഴിയും. ഈ വലിയ 11 kV 66 kV എന്നൊക്കെ പറഞ്ഞ വലിയ ലൈൻ വലിച്ചിട്ടുണ്ടല്ലോ, അതിന്റെയൊക്കെ അരികിൽ കൂടി നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ മൂളൽ പോലെ കേൾക്കാം. ചെറിയൊരു മൂളൽ പോലെ ആ കമ്പിയിൽ കൂടെ കരണ്ട് പ്രസരിച്ചു പോകുമ്പോൾ, കമ്പിയിൽ കൂടെ കരണ്ട് കടന്നു പോകുമ്പോൾ ചെറിയൊരു മൂളൽ പോലെ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? അങ്ങനെ ആ സ്വതം അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ആ കമ്പിയുടെ അരികിലേക്ക് മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ വന്നാൽ ആ വൈദ്യുതി അവരെ ആകർഷിക്കും. അതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അല്ലേരിയ. ഈ വൈദ്യുതി കമ്പിയിലേക്ക് കരണ്ട് ഒരു സമയം നിന്ന് പോയാൽ മുഴുവൻ ഇരുളാവും. ഇല്ലേ? ഈ നിങ്ങൾക്ക് മുഴുവൻ വൈദ്യുതി കമ്പി ഇങ്ങനെ വലിച്ചു ആ വൈദ്യുതി കമ്പിലെ ലൈനിലെ കരണ്ട് ഒരു നിമിഷം നിന്ന് പോയാൽ നിങ്ങളുടെ കുടുംബം ഇരുട്ടാകും. അല്ലേ? സ്വതം എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സഹോദര സുഹൃത്തി, ഈ പരിശുദ്ധാത്മാവാകുന്ന ആ ആത്മശക്തി, ഇത് ഇലക്ട്രിസിറ്റിയുടെ ശക്തിയല്ല, പരിശുദ്ധാത്മാവാകുന്ന ആത്മശക്തി നിന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരു ദുഷ്ട ജന്തുവിനെ നിന്റെ അരികിലെടുക്കാൻ പറ്റത്തില്ല. അല്ലേരിയ. നിന്റെ അരിയിലേക്ക് വരുന്നവർ ആ നിന്നിലുള്ള ആത്മശക്തിയാൽ നിന്നിലേക്ക് ആകർഷിച്ചിട്ട് നിന്നിലുള്ള ആകർഷണത്തിനാൽ നിന്നിലുള്ള ദൈവശക്തിയിൽ അവർ മാനസാന്തരപ്പെടും, രക്തം ചെയ്യും. അല്ലേ? അതിന് മതം മാറ്റം എന്നാ ചെല്ലു പറയുന്നത്. മതം മാറ്റം അല്ല കേട്ടോ. ഞങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മശക്തിയുണ്ട്, ആത്മാവിന്റെ തീയുണ്ട്. ആത്മാവിന്റെ തീയിൽ ഞങ്ങൾ ആരാധിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, അവരിലേക്ക് അങ്ങ് ഇറങ്ങി വരും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങും. അല്ലേ? അപ്പൊ നമ്മൾ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ ദൈവജനമാണ് ചിന്തിക്കണം. അല്ല ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ബുദ്ധമതക്കാരനാണ്, ജൈനമതക്കാരനാണ്, നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതിയാണ് നമുക്ക് വളരാൻ കഴിയാത്തത്.
നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മൾ ദൈവത്തിന്റെ ജനം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വന്നിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുക. എല്ലാവരും പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ എന്തോ നമുക്ക് ഒറ്റ പിതാവേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഒറ്റ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ മുൾപ്പറപ്പ് കത്തിയതുപോലെ നമ്മളൊന്ന് കത്താൻ ഒരുങ്ങിയാൽ, കത്തി ആളിയാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആത്മധീയാൽ നമ്മൾ നാളെ കത്തിക്കൊണ്ടിരുന്നാൽ, ഞാൻ മുമ്പ് ആവർത്തി ഒരു ഈ ലോകത്തിലെ അന്ധകാര ശക്തിക്കൊന്നും എന്നെ തൊടാൻ പറ്റില്ല. പിശാച് നിന്നെ കാണുമ്പോൾ ഞടുക്കും. ഹല്ലേലൂയ. ആത്മാവിലെത്തിയാൽ നിറയണം കേട്ടോ. ഹല്ലേലൂയ. മോശ എന്ന് പറയാ, ഹല്ലേലൂയ, ഈ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശ ആ കാഴ്ച കണ്ടത് മാത്രമല്ല, മോശ കണ്ട കാഴ്ചയുടെ അതിനകത്ത് വ്യാപരിച്ച ആത്മാവിന്റെ തീയുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിന്റെ തീയുണ്ടല്ലോ, ആ മുൾപ്പറമ്പിൽ കത്തി തീയെ, അത് അല്ലെങ്കിൽ മോശയിലേക്ക് ആ തീയുടെ ശക്തി ആകർഷിച്ചു വരും. പിന്നെ മോശയിലൂടെ അങ്ങോട്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നതായിട്ട് വേദപുസ്തകം നടത്തിയതായിട്ട് ദൈവം അവകാശപ്പെടുന്നതും നമ്മൾ വായിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ഈ സത്യതിരുവെഴുത്ത് നിന്റെ ഉള്ളിലേക്ക് വന്നാൽ സാത്താൻ നിന്നെ ഭയപ്പെടുമെന്ന്. ഇന്ന് മനുഷ്യൻ സാത്താനെ പേടിച്ച് നടക്കുന്നത്. സാത്താനെ പേടിക്കുക. മനുഷ്യന് മരണ വീട്ടിൽ തന്നെ പോകാൻ പേടിയാ. മരണ വീട്ടിൽ തന്നെ പോകാൻ പേടി. മരിച്ച വീടിന്റെ അരികിലൂടെ പോകാൻ പേടി. ശവക്കോട്ടയുടെ അരികിലൂടെ കടന്നു പോകാൻ പേടി. എന്തുകൊണ്ടാണ്? നിന്റെ ലോകശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആ ലോകശക്തി നിന്നെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നിന്റെ ഉള്ളിൽ ആത്മശക്തി ഉണ്ടെങ്കിൽ മരണ വീടായിരുന്നാലും, ആത്മഹത്യ ചെയ്ത സ്ഥലമായിരുന്നാലും, ആമി സിമിത്തേരിയുടെ സൈഡിൽ കൂടി നീ കടന്നുപോയാലും അല്ലെങ്കിൽ നീ ഒന്നിനെ ഭയപ്പെടുന്നില്ല. പ്രൈസലോ. നിന്റെ ഉള്ളിൽ ആത്മതീ വേണം. ഞാനത് പറയാൻ കാരണം, ഞാൻ ഏത് സ്ഥലത്തൂടെ യാത്ര ചെയ്യും, ഏത് സ്ഥലത്ത് ഏത് രാത്രിയിലും ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. ഇപ്പം കുറവാകട്ടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ റോഡ് മുഴുവൻ പന്നി, മുള്ളംപന്നിയൊക്കെ. പണ്ട് മുള്ളംപന്നിയൊക്കെ നാട്ടിൻ പ്രദേശത്ത് കാട്ടിലായിരുന്നു. ഇപ്പം മുള്ളംപന്നിയൊക്കെ റോഡില്ല. രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പം എന്തുമാത്രം മുള്ളംപന്നി, പിന്നെ കാട്ടുപന്നികള്, പിന്നെ ഇപ്പം കടുവായി, പുലിയായി, ആനയായി. ഇപ്പം രാത്രിയിലെ യാത്ര വലിയ ദുരിതമാണ്. പണ്ടൊന്നും അങ്ങനെയൊന്നുമില്ല. പണ്ടിതെല്ലാം വനത്തിൽ താമസിക്കും. ഇപ്പം ഈ ആനയും കടുവയും പുലിയും അല്ലെങ്കിൽ ഈ പന്നിയും മുള്ളംപന്നിയൊക്കെ പണ്ട് വനത്തിലായിരുന്നു. നാട്ടിലേക്ക് അത് പ്രവേശിച്ചില്ല. ഇപ്പം വനമെല്ലാം കൂടെ എന്ത് ചെയ്തു? നാട്ടുകാർ കൈവശപ്പെടുത്തി. വനത്തിനകത്ത് ഭയങ്കര കൃഷിയായി. കഞ്ചാവ് കൃഷി, വനത്തിനകത്ത് വേട്ടക്കാര്, വനത്തിനകത്ത് പിന്നെ കള്ളുവാറ്റുകാര്, ഇവരെല്ലാം കൂടെ വനത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ വനത്തിൽ കയറി വനത്തിനകത്ത് അശുദ്ധമാക്കി വനത്തിന്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കാട്ടിൽ കിടന്ന മൃഗങ്ങളെല്ലാം നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ ഈ മൃഗങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യർ പ്രതികരിക്കാൻ തുടങ്ങി. ഇതെല്ലാം മനുഷ്യന്റെ കുഴപ്പമാണ്. ഹല്ലേലൂയ. അതിന്റെ നടിപ്പം നമ്മൾ രാത്രിയുടെ ഭയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷെ ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ തീ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്നും നീ പോകേണ്ട വഴിക്കൂടെ ഒക്കെ പോകും. ഇന്ന് നീ യാത്ര ചെയ്യേണ്ട വഴിക്കൂടെ നിന്നെ ഒരു ദുഷ്ട ചെയ്തി തുടങ്ങുന്നില്ല. ഞാനൊരിക്കൽ രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മൂന്നാലഞ്ച് മുള്ളംപന്നി വണ്ടിയുടെ മുമ്പിൽ ലൈറ്റ് വെട്ടത്തിൽ വന്ന് പെട്ടുപോയി. ഈ മുള്ളംപന്നി ലൈറ്റ് വെട്ടത്തിന് മുമ്പ് നിൽക്കുക. മൂന്നാലുണ്ട്. ഞാൻ വണ്ടി ഓഫ് ചെയ്യാതെ നിർത്തിയിരിക്കുക. ഈ വണ്ടി ഓഫ് ചെയ്താൽ ലൈറ്റ് കാണാൻ നിന്ന് പോയാൽ ഈ മുള്ളംപന്നി എതിരോട് വരും, നമുക്ക് പറയാൻ പറ്റില്ല. മുള്ളംപന്നി നമ്മുടെ അരിക്കുന്ന മുള്ളെല്ലാം കൂടെ ചാമി വിടർത്തി നമ്മളെ ആക്രമിക്കും. അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇതെന്ത് ചെയ്യുമെന്നറിയുമ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുക. എന്തായാലും അല്പസമയം കഴിഞ്ഞ് ഇത് രണ്ട് സൈഡിലേക്ക് അത് മാറി. അല്ലേ? ഒരു രണ്ട് വലിയ പന്നികൾ എന്റെ കുഞ്ഞുങ്ങളുമാണെന്ന് തോന്നുന്നു. അത് മാറി. ഞാൻ പിന്നെ ഇനി പോന്നു കേട്ടോ. എനിക്ക് അന്നേരം മനസ്സിലായി ആത്മാവിന്റെ തീ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ട്, പരിശുദ്ധാത്മാവാകുന്ന തീ എന്നിൽ കത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് മുൾപ്പറപ്പിൽ മോശ കണ്ട ആ തീ എന്താണെന്ന് കാണുവാൻ മോശ ആഗ്രഹിച്ചതുപോലെ ഞാനും ഒരു മുൾപ്പറപ്പായിരുന്നു മുമ്പ്. മുൾപ്പറപ്പായിരുന്നപ്പോൾ മുൾപ്പറപ്പിൽ കത്തിയ തീ എന്തെന്ന് കാണുവാൻ വേണ്ടി സത്യവേദ പുസ്തകം തുറന്ന് വായിച്ചത് മനസ്സിലാക്കി ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമാകുന്ന അഗ്നി എന്നിലും കത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ അഭിഷേകത്തിന്റെ നടുവിലേക്ക് മുള്ളംപന്നി കൂടി മാറിപ്പോയെന്ന്. സ്തോത്രം. ഫ്രൈസലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അനുഭവമുണ്ട്. ഇതൊക്കെ ജീവിത അനുഭവമാണ് കേട്ടോ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ തീയിനെ അങ്ങ് നിറയണം. ആത്മാവിന്റെ തീ നിറഞ്ഞാൽ സാത്താൻ നിന്റെ കുടുംബത്തിന് കെടുക്കത്തില്ല. എല്ലാവരും പറയും എന്റെ പാസ് ഭവനത്തിന് ഭയങ്കര മന്ത്രവാദമാണ്, ആഭിചാരമാണ്, കൂടോത്രം ചെയ്ത് അവൻ കൂടോത്രം ചെയ്തു. അവരിന്നലെ അതിലെ പോകുന്നുണ്ട്. അവിടെ നിൽക്കുന്നത് കണ്ടു. അവിടെ നിൽക്കുന്നത് കണ്ടപ്പിനെ വീട്ടിൽ വന്നവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല. വീട്ടിനകത്ത് എന്നും പ്രശ്നമാണ്.
എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഭവനത്തിനകത്ത് ആഭിചാര, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്ര ശക്തികൾ നിന്റെ ഭവനത്തെ അടക്കി വാഴുന്നു എന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താ? നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ മുൾപ്പറപ്പ് കത്തിയതുപോലെ നീ ആളി കത്തുന്നവളാണെങ്കിൽ ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രവാദം നിനക്ക് വേണ്ടി തകിലുകൊണ്ട് നേരസുകൊണ്ടെന്ന് നിന്നെ വിവിധ തലം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളുണ്ടല്ലോ, നീ ആത്മാവിൽ കത്തിയാൽ അവരത് മുഖാന്തരം നശിക്കും, കെട്ടുപോകും. ആ ശാപം അവരുടെ മേൽ തന്നെ വരും. അല്ലെങ്കിൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും തരും. ഏതുപോലെ വേദപുസ്തകങ്ങൾ സംഖ്യാപുസ്തകം 21 ആഭിചാരൻ യാക്കോബിനെ ഭരിക്കുകയില്ല. ആഭിചാരൻ യാക്കോബിന് ഭരിക്കില്ല. ലക്ഷത്തെ ഇസ്രായേലിനെ ഭരിക്കില്ല. ആഭിചാരൻ യാക്കോബിന് പറ്റുകയില്ല. ലക്ഷത്തെ ഇസ്രായേലിന് ഭരിക്കുകയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ തീ ആണെങ്കിൽ, ആത്മാവിന്റെ തീ ആണെങ്കിൽ, ഒരാഭിചാരവും നമുക്ക് പറ്റത്തില്ല. ഒരു ലക്ഷണത്തെ നമ്മുടെ മേൽ ഭരിക്കത്തില്ല. അത് ചെയ്യുന്നവൻ ചെയ്യിപ്പിക്കുന്നവൻ അതിനാൽ നശിച്ചു പോകും. ആഭിചാരവും മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രം ചെയ്ത് ഏലസും തകിട് ഊതിക്കെട്ടിയും ഓരോ കുടുംബങ്ങളെ തകർക്കും, ഓരോ ബിസിനസ്സിനെ തകർക്കുവാൻ, ഓരോരുത്തരും നന്മയെ തകർക്കും, ഓരോ കുട്ടികളെ, ഓരോ കുടുംബങ്ങളെ ഭാവി തകർക്കണം. നീ ചെയ്യുന്ന കൂടോത്രം കൊണ്ട് നീ തന്നെ നശിച്ചു പോകും. അത് ചെയ്ത നീയും അത് ചെയ്ത് കൊടുത്തവനെ നശിക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകത്തില്ല. നിന്റെ കുടുംബത്തിൽ ശാപം ഒഴിഞ്ഞു പോകത്തില്ല. ആമീൻ. ദൈവമക്കളോട് പ്രത്യേകിച്ച് പറയും, നീ ആത്മാവിൽ തീയായി നീക്കണം കേട്ടോ. ആത്മാവിൽ തീയായിട്ട് നിന്നാൽ നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ നിന്ന് പോകും. ഇതൊക്കെ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വിമർശിച്ചോ എനിക്ക് കുഴപ്പമല്ല, വിമർശിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഞാൻ അതൊക്കെ വിട്ടുകൊടുത്തില്ല. വിമർശിക്കുന്നവന് എന്നെ വിമർശിക്കുന്നുണ്ട്, ഞാൻ അവർക്കൊന്ന് വിട്ടുകൊടുക്കും. കാരണം അവർ സംഗീതത്തിന് ഒന്നിന്റെ ഒന്നാവരെ എന്നെ വിമർശിക്കുക, എന്നെ പരിഹസിക്കുക, എന്നെ ദുഷിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ഞാനിങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഒന്നാം സംഗീതം ഒന്നാമത്തെ വാക്യം ചിന്തിച്ചാൽ മതി. അവനെന്തിനും പറയട്ടെ. എന്റെ അവരെന്തിനും പറയട്ടെ. രണ്ടാം വാക്യം നീ എടുത്താൽ മതി. സംഗീതത്തിന് ഒന്നിന്റെ ഒന്ന് ആമൻ നിന്നെ വിമർശിക്കുന്നവർ, സംഗീതം 1:2 നിനക്ക് വന്നു. ഒന്നാമത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചു നോക്കണം കേട്ടോ. സംഗീതം 1:1 വിമർശകർക്കും സംഗീതം 1:2 വാക്യം ആത്മാവിൽ തീയായിരിക്കുന്ന ദൈവമക്കൾക്കുള്ളതാണ്. പ്രൈസറോ ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമേ സ്തോത്രം ഹല്ലേലൂയ, നാം ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. ആമേ നാം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചുമന്ന ക്രൂശ്, അല്ലേ? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചുമന്ന ക്രൂശ്, അതുപോലെ നാം പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയാൽ നാം നിറയപ്പെടണ കർത്താവ് ആ ക്രൂശ് ചുമന്ന കാൽവറിയിൽ നമുക്ക് വേണ്ടി ആ ക്രൂശിൽ അല്ലെങ്കിൽ കാര്യനിർമ്മാണിയാൽ തറയപ്പെട്ടു, അല്ലെങ്കിൽ കാര്യനിർമ്മാണിയാൽ തറയപ്പെട്ട് മുൾക്കിരീട ധാരിയായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ശരീരം വിരുദ്ധമായി ചാട്ടവാറുകൾ കൊണ്ടടിച്ചൊരു മാംസപ്പിണ്ടം പോലെ ആ ക്രൂശിൽ കാര്യനിർമ്മാണിയാൽ തറയപ്പെട്ട് കിടന്നിട്ടും ആ ക്രൂശിന് കർത്താവിനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ക്രൂശിനെ കർത്താവിനെ ആകർഷിക്കാൻ കഴിയില്ല. കാരണം കർത്താവിന് ഒരു വലിയൊരു ആത്മശക്തി ഉണ്ടായിരുന്നു. കർത്താവിനെ എന്ത് ചെയ്തു? ക്രൂശിൽ നിറക്കി അവർ അരിമത്തിക്കാനായിരിക്കുന്ന യോസേപ്പിന്റെ കല്ലറയിൽ കൊണ്ടുവച്ച കല്ലറയ്ക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? കർത്താവിന്റെ ഉള്ളിൽ ആമേ ഒരു വലിയ തീ കിടക്കുന്നുണ്ട്. അവൻ പറഞ്ഞ് ഈ മന്ദിരം പൊളിപ്പിൻ, ഈ മന്ദിരം 3 ദിവസം കൊണ്ട് പണിയും. ഹല്ലേലൂയ. കേട്ടുനിന്ന പരീശന്മാരും മഹാബലി സാധുക്കയും ഒക്കെ പറഞ്ഞ് 46 സംവത്സരം കൊണ്ട് പണിത് ഈ ദേവാലയം 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞതാ. ആ കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച്, തന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കല്ലറയിൽ കൊണ്ട് വെച്ച് 3-ാം നാൾ എന്ത് ചെയ്ത്? കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ച വലിയ കല്ല് നീക്കി അതിന് മുദ്ര വെച്ചിട്ട് പൊട്ടേച്ച് കളഞ്ഞ് പടയാളികൾ കാവൽ നിന്നിട്ട് പോലും അവർ പോലും അറിയാതെ യേശുക്രിസ്തു പുറത്തുനിന്ന് കാണാം. കർത്താവായ യേശുക്രിസ്തു വലിയൊരു ആത്മശക്തി ഉണ്ടായിരുന്നു. അപ്പം ക്രൂശിനേക്കാൾ വലിയ ശക്തി ആരിലുണ്ട്? യേശുവില്ല. ഇന്നത്തെ ജനം ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കുക. കുരിശെന്ന് പറയത്തില്ല, ഒരു കുരിശ് ചുമന്ന്. കുരിശിലല്ല ശക്തി കേട്ടോ, കുരിശിലല്ല ശക്തി, കർത്താവിന്റെ ശക്തി. കുരിശിന്റെ ശക്തിയായിരുന്നെങ്കിൽ ആ കുരിശിൽ നിന്ന് കർത്താവ് ഒരിക്കലും പുറത്തു വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കുരിശിനെ ശക്തിയായിട്ട് കൊണ്ട് നടക്കുന്ന കുരിശിലല്ല ശക്തി. കുരിശൊരു അടയാളമാണ്. റോമൻ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഭീകരവാദികളെ കൊല്ലുവാൻ ഉപയോഗിച്ച ഒരു മരണത്തിന് ശിക്ഷ കൊടുക്കുന്ന ഒരു അടയാളമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രൂശ് ഒരു അടയാളമാണ്. നമുക്ക് അല്ല, ക്രൂശല്ല ശക്തി. ക്രൂശിൽ ശക്തി ഉണ്ടായതെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കർത്താവ് ആ ക്രൂശിൽ നിന്ന് ഇറങ്ങത്തില്ല. പക്ഷെ യേശുക്രിസ്തുവിന് ഒരു ആത്മശക്തി ഉണ്ടായിരുന്നുണ്ട്. കുരിശിന് യേശുവിനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. കുരിശിന് വിടേണ്ടിയാണ്. കല്ലറയ്ക്കല്ല ശക്തി കേട്ടോ.
കല്ലറയ്ക്കുള്ളിൽ കിടന്നവന്റെ ശക്തി. ഹല്ലേലൂയ. കല്ലറയ്ക്കായിരുന്നു ശക്തിയെങ്കിൽ ഒരിക്കലും കല്ലറ തുറക്കപ്പെടുന്നില്ല, കല്ലറയിൽ നിന്ന് യേശു പുറത്തു വരത്തില്ല. എന്നാൽ കല്ലറയ്ക്കല്ല ശക്തി, കല്ലറയുടെ മുമ്പിൽ വെച്ച് കല്ലിനല്ല ശക്തി, പിന്നെ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവനാ, മരിച്ച് കിടക്കുന്ന യേശുവിലായിരുന്നു ശക്തി. അത് മൂന്നാം നാൾ അവരിലേക്ക് ഇറങ്ങി വന്നു, ആത്മശക്തി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കല്ലറയെ ഭേദിച്ച് നമ്മുടെ കർത്താവ് പുറത്ത് ഉണ്ട്. പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിൽ ആത്മശക്തി വേണം. നിന്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിന്റെ തീ വേണം. ആത്മാവിന്റെ തീ നിന്നിൽ ആളി കത്തിക്കൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങളുടെ, വൈശാലിയുടെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നതിന്റെ ജീവിതത്തിൽ നീ പുറത്തു വരാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനക്ക് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. മുൾപ്പുറപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ കാഴ്ച, ഈ മുൾപ്പുറം വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞതുപോലെ സത്യ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ തീ എന്തെന്ന് മനസ്സിലാക്കുവാൻ അതിനകത്ത് എനിക്ക് മാത്രം എന്തെന്ന് ഈ സത്യവ്യവസ്ഥ കാഴ്ച എന്തെന്ന് നീ മനസ്സിലാക്കുക, നീ നാം കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന സകല പ്രവചനങ്ങളും, ദൂതുകളും, ആത്മാവിന്റെ ശക്തി ദൈവം നിന്റെ മേലായിരിക്കും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറും. കൂളിളക്കം പോലെ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരുന്നാലും വലിയ മലവെള്ളപ്പാച്ചിലൊരു ദേശം മുഴുവൻ ഒഴുകിപ്പോയി. എല്ലാം കാമയല്ലിയ അവിടെ ഉണ്ടെന്ന വൃക്ഷലതാദികളെല്ലാം കടപുഴകി ഒഴുകി വന്ന വലിയ പാറക്കൂട്ടങ്ങളെല്ലാം കടപുഴകി വന്ന വൃക്ഷലതാദികളും മലവെള്ളപ്പാച്ചിലും വന്ന് അവിടെ ഉണ്ടായിരുന്ന ദേശം നശിപ്പിച്ച് പിന്നത് ഒന്നിനും ഉപയോഗമല്ലാതെ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ നിന്റെ ജീവിതമായിട്ടുണ്ടെങ്കിൽ, അതേ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകലെ അതിനൊരു പുനരാവർത്തനത്തിലൂടെ നിന്നെ പുതുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ആത്മശക്തി നിന്റെ മേൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. അത് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഈ അത്ഭുതം ചെയ്യും. ഇന്ന് ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ഈ തീയുടെ ആഗ്രഹിക്കുക. ചില കുഞ്ഞുങ്ങളിൽ, ചില തലമുറയിൽ, ചില സഹോദരിമാരിൽ, ചില സഹോദരന്മാർ ഈ ആത്മാവിന്റെ തീയുടെ ദൈവം ആഗ്രഹിക്കുക. ഈ വലിയ കാഴ്ച എന്തെന്ന് കാണുവാൻ നിന്ന് ആഗ്രഹിച്ച് ദൈവസേനയ്ക്ക് മടങ്ങി വന്നതിനോട് പ്രാർത്ഥിക്കാമോ? ദൈവത്തിനെ ആത്മാവ് നിറയ്ക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ 800 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥി. രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ മത നേതാക്കന്മാർ, എല്ലാ ഭരണവിദേശ രാഷ്ട്രീയ പാർട്ടികളിൽ, എല്ലാ ജനത്തെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ആത്മാവിന്റെ തീയാനുവിനെ നിറയ്ക്കണമേ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങൾ, കെട്ടുകൾ പൊട്ടി സാത്താന്റെ തന്ത്രവഞ്ചനം പിടിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.